ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് നിങ്ങളോട് വെറുതെ തർക്കിച്ചു കളയാൻ സമയമില്ല. അധികം വൈകാതെ തെളിവോടെ പൃഥ്വിയെ ഞങ്ങൾ പിടിക്കും. അയാളെ കോടതി ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുമ്പോ നിങ്ങൾക്ക് സത്യം മനസ്സിലായിക്കോളും. അരുന്ധതി മിശ്ര എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്ത്രീയാ. എനിക്ക് അവരുടെ സംസാരത്തിൽ ചില സംശയങ്ങളുണ്ട് കിരൺ. ആ കിരണും ദുർഗയും അവിടെ വിരുന്നിന് വന്നിട്ട് അവർ തിരിച്ചുവിട്ട എന്തിനാ? അവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? ആ കഥയൊന്നും പറയാതിരിക്കുന്നതാ മോളെ ഭേദം. അതെന്താ? ഓ, അയ്യോ, എന്നിട്ട് അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഹോ, എന്നാലും അവർക്കത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. രണ്ടുപേരും ഇവിടെ തിരിച്ചെത്തി വലിയ സന്തോഷത്തിൽ നടക്കുന്നുണ്ട്. ആ, നമുക്കിനി അവസരം കിട്ടും. അപ്പൊ ഇതിനെല്ലാം പകരം വീട്ടാം. അതെ. എന്നാ ശരിയമ്മേ, ഞാൻ പിന്നെ വിളിച്ചോളാം. ശരി മോളെ. ഹലോ, നിങ്ങളെ ഇതിനു മുമ്പും പല തവണ ഞാൻ വിളിച്ച് സംസാരിച്ചതാ. അന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ട മറുപടി തന്നതാണല്ലോ. ഇപ്പൊ നിങ്ങൾ വീണ്ടും വലിയ കുടുംബങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾക്കാകെ ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ. അത് സമൂഹത്തിലെ ക്രിമിനലുകളെ ഇല്ലാതാക്കുക എന്നത് മാത്രം. അതിലെ കുടുംബങ്ങളുടെ വലിപ്പച്ചെറുപ്പമൊന്നും ഞങ്ങൾ നോക്കാറില്ല. ഞാൻ ഉദാഹരണം സഹിതം വ്യക്തമാക്കി തരാം നിങ്ങൾക്ക്. ഇന്ദ്ര ടിവിയിലെ പൃഥ്വിക്കെതിരെ നിങ്ങൾ ലോക്കൽ പോലീസിൽ അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുത്തില്ലേ? അതിനെന്താ പ്രശ്നം? പൃഥ്വി ഡ്രഗ് ഡീൽ നടത്തുന്നുണ്ടെന്ന് അറിവ് കിട്ടിയിട്ട് തന്നെയാ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. നിങ്ങൾക്ക് ആ കുടുംബത്തെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. അയാൾക്ക് ഡ്രഗ് ഡീൽ നടത്തി ജീവിക്കേണ്ട ഗതികേടൊന്നുമില്ല. അവര് ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. ചില മനുഷ്യരും എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും അവരുടെ സ്വഭാവത്തിന്റേതായ പ്രശ്നം കൊണ്ട് പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടും. അതൊന്നും ആർക്കും മാറ്റാൻ കഴിയില്ല. ക്ലെപ്റ്റോമേനിയക്കായ ഇത്ര പണക്കാരുണ്ട്. അവര് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നും വരെ സാധനങ്ങൾ മോഷ്ടിക്കാറില്ലേ? ഇതങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ആ കുടുംബത്തെ ടാർഗറ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ ഐഡന്റിറ്റി വെളിയിൽ കൊണ്ടുവരാൻ അവരുടെ ചാനൽ ശ്രമിക്കുന്നുണ്ട് എന്നൊരു തോന്നല് കാരണമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഒട്ടും ശരിയല്ല. എനിക്ക് നിങ്ങളോട് വെറുതെ തർക്കിച്ചു കളയാൻ സമയമില്ല. അധികം വൈകാതെ തെളിവോടെ പൃഥ്വിയെ ഞങ്ങൾ പിടിക്കും. അയാളെ കോടതി ശിക്ഷിച്ച് ജയിലിലേക്ക് അയക്കുമ്പോ നിങ്ങൾക്ക് സത്യം മനസ്സിലായിക്കോളും. അരുന്ധതി മിശ്ര എന്ന് പറഞ്ഞ് വിളിക്കുന്ന സ്ത്രീയാ. എനിക്ക് അവരുടെ സംസാരത്തിൽ ചില സംശയങ്ങളുണ്ട് കിരൺ. എന്ത് സംശയം? അത് ഞാൻ പറയാം. ഇനിയൊരു കോള് വന്നാൽ നമുക്കത് തെളിയിക്കാം. ഓക്കെ, എന്ത് ചെയ്യണം താൻ പറഞ്ഞാൽ മതി. റീചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് വരാൻ കണ്ട സമയം.
അഞ്ജന ഒരു മെസ്സേജ് പോലും അയക്കുന്നില്ലല്ലോ. അങ്ങോട്ടൊരെണ്ണം അയച്ചു നോക്കിയാലോ? ഹലോ, എന്തുണ്ട് വിശേഷം? ഹലോ, എന്തുണ്ട് വിശേഷം? സുഖം. അവിടെയോ? സുഖം. അവിടെയോ? ഇവിടെയും സുഖമാണ്. ഞാൻ കോൾ ചെയ്യട്ടെ? ഇവിടെയും സുഖമാണ്. ഞാൻ കോൾ ചെയ്യട്ടെ? ഹലോ. ഒരു കോള് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വിളിച്ചാ പോരെ? ഈ സമയത്ത് എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ലല്ലോ. ഓ, എന്ത് സിറ്റുവേഷൻ? സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യും. എന്താ ചിരിക്കുന്നേ? താൻ ഭയങ്കര ഈസി ഗോയിങ് ആണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ. ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു തീർന്ന പിന്നെ എല്ലാരും ഈസി ഗോയിങ് ആണ്. ഓഹോ, അങ്ങനെയാണോ? ആയിരിക്കും. ആ സുമിത്ത് പിന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ വല്ലതും ചെയ്തായിരുന്നു? കുറച്ച് കോള് വന്നു, എടുക്കില്ലാന്ന് കണ്ടപ്പോ മെസ്സേജ് അയക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ ശല്യൊന്നുമില്ല. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ ഒന്നുമില്ല. അല്ല, അഞ്ജനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞങ്ങള് അമ്മയുടെ തറവാട്ടിലാ താമസിക്കുന്നത്. ഇവിടെ ഞാനും അമ്മയും മുത്തശ്ശിയും പിന്നെ അമ്മാവന്റെ ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പോ അത്യാവശ്യം ആളും ബഹളവും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരിക്കും. ബോറടിയൊന്നും ഉണ്ടാവില്ലല്ലേ? ആ, കുഴപ്പമില്ല. പിന്നെ വേറെന്താ? പിന്നെ അഖിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അച്ഛനും പിന്നെ ഒരു ചേച്ചിയും. ചേച്ചിയുടെ കുട്ടിയുണ്ട്. ചേച്ചിയുടെ ഹസ്ബൻഡ്? ചേച്ചി സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ് ആയിട്ടില്ല. സോറി. അതിനെന്തിനാ സോറി? ചേച്ചിയുടെ കാര്യത്തിൽ ഇയാൾക്ക് വിഷമം ഉണ്ടാവില്ലേ? ഞാൻ വെറുതെ അതൊക്കെ ചോദിക്കുകയും ചെയ്തു, അതുകൊണ്ട് പറഞ്ഞതാ. ഹേയ്, അതൊന്നും സാരമില്ല. ഓക്കെ. പിന്നെ നാളെ ഒരു പ്രൈവറ്റ് ഫാമിലിയിൽ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ജോലി കിട്ടാൻ പ്രാർത്ഥിക്കണേ. ഷുവർ. എവിടെയാ ഇന്റർവ്യൂ? ടൗണിൽ തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞ് ഫ്രീ ആണെങ്കിൽ വിളിക്കൂ, നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കട്ടെ, വിളിക്കാം. ശരി. ശരി. Navadurge